everyone, welcome back to Xylem Learning. Miss ആണ്. സോ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് വീഡിയോസുമായിട്ട് സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും വരാറുണ്ട് അല്ലെ. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ EVS-ലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ സൈക്കിൾ എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എന്താണ് ഈ വാട്ടർ സൈക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ മക്കളെ, നമ്മുടെ ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസത്തിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മഴ പെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അല്ലെ ഇവിടുത്തെ കടലിലും പുഴയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം നിറയുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വാട്ടർ ഒക്കെ ഇവോപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോകെമിക്കൽ സൈക്കിൾ. ഇതൊരു ബയോകെമിക്കൽ സൈക്കിൾ ആണ് ദാറ്റ് ഇൻവോൾവ്സ് ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓൺ എബോവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് അക്രോസ് ഡിഫറെന്റ് റിസർവോയർ. The mass of water on earth remains fairly constant over time എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ വെള്ളം. എന്നിരുന്നാലും ഈ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഏകദേശം സ്ഥിരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ അല്ലെ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അതെന്താ തീർന്നു പോവാത്തത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ ഈ വാട്ടർ സൈക്കിൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം മഴ പെയ്യുന്നത് എല്ലാവർക്കും ഇപ്പൊ അറിയുന്നുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ അല്ലെ നീരാവിയായിട്ട് കടലിൽ നിന്നും അതേപോലെ തന്നെ പുഴകളിൽ നിന്നൊക്കെ വെള്ളം മുകളിലേക്ക് പോകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഭൂമിയിലെ വെള്ളം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നോക്കിക്കേ, വാട്ടർ സൈക്കിൾ ഓൾസോ നോൺ ആസ് ഹൈഡ്രോളജിക് സൈക്കിൾ. എന്താണ് പറയുന്നത്, ഹൈഡ്രോളജിക് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് മൂവ്മെന്റ്. അപ്പൊ മനസ്സിലാക്കുക, ഇത് എന്താണ് കണ്ടിന്യൂസ്, കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണോ, അല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് movement on water above and below the surface of earth. It involves several processes like എന്തൊക്കെ പ്രോസസ് ആണെന്നുള്ളത് പഠിക്കണം. ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, precipitation and collection driven by solar energy and gravity. അപ്പോൾ ഈ ഒരു നമ്മുടെ വാട്ടർ സൈക്കിളിൽ എന്തൊക്കെ പ്രോസസ്സുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 4 പ്രോസസ്സ് പറയേണ്ടതുണ്ട്. അതിലൊന്ന് ഇവോപ്പറേഷൻ, 2 കണ്ടൻസേഷൻ, 3 precipitation, 4 കളക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനുള്ള എനർജി കൊടുക്കുന്നത് സോളാർ എനർജിയും അതുപോലെ തന്നെ ഗ്രാവിറ്റിയുമാണ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ സൈക്കിൾ എൻഷുർ ദ കോൺസ്റ്റന്റ് സർക്കുലേഷൻ ഓഫ് വാട്ടർ. ഈ സൈക്കിൾ കാരണമാണ് ഈ കോൺസ്റ്റന്റ് സർക്കുലേഷൻ ഓഫ് വാട്ടർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻറ്റെയിനിങ് ദി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിഫറെന്റ് റിസർവോയർ ഓൺ എർത്ത്. എന്ന് പറഞ്ഞാൽ എർത്തിലല്ലേ വെള്ളത്തിന്റെ കുറെ റിസർവോയേഴ്സ് ഇല്ലേ, ഇവിടെയൊക്കെ വെള്ളം എത്താനുള്ള കാരണവും എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ സൈക്കിൾ ആണ്. ഇനിയും കൃത്യമായിട്ട് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്തുതരാം, ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് വാട്ടർ സൈക്കിളിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നോട്ട് തുടങ്ങാം കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഇതൊരു സൈക്കിളാണ്, തുടങ്ങാം നമുക്ക്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ജലാശയമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി ഉണ്ട്. ആ വാട്ടർ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിന്റെ ഹീറ്റ് കാരണം അല്ലെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവോപ്പറേഷൻ നടക്കുന്നുണ്ട്, ബാഷ്പീകരിച്ച് പോകുന്നുണ്ട്. ഈ ബാഷ്പീകരിച്ച് നീരാവി ആവുന്ന സമയത്ത് അല്ലെ അതെന്ത് ചെയ്യും, നീരാവി കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും, മേഘങ്ങളായിട്ട് മാറാൻ തുടങ്ങും. ഈ മേഘങ്ങളിൽ പ്രസിപ്പിറ്റേഷൻ എന്ന പ്രോസസ്സ് നടക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, മഴയായിട്ട് പെയ്യുന്നതും ഈ ഒരു വാട്ടർ ബോഡിയിൽ ഇത് കളക്ട് ചെയ്യപ്പെടുന്നതും. വീണ്ടും ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വാട്ടർ സൈക്കിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ടർ ഉണ്ടാവും, അപ്പൊ വാട്ടർ എന്ത് ചെയ്യും, ഇവോപ്പറേഷൻ നടന്ന് മുകളിലോട്ട് പോകും. അവിടെ നിന്ന് എന്ത് ചെയ്യും, കണ്ടൻസേഷൻ നടക്കും. കണ്ടൻസേഷൻ നടന്നതിന് ശേഷം പ്രസിപ്പിറ്റേഷൻ. ഇതാണ് ആ 4 പ്രോസസ്സ്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഒന്ന് ഇവിടെ ഹീറ്റ് ഉള്ളത് കൊണ്ട് സോളാർ എനർജി പറയാം. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ കൊണ്ട് താഴേക്ക് കളക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണോ, ഡൗട്ടുകളില്ലല്ലോ? യെസ്. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അണ്ടിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ.